നമസ്കാരം. ഭാരതകേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം മഹത് വ്യക്തിത്വങ്ങൾ പരമഭട്ടാരക വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ വിവിധ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുന്ന ആചാര്യ സ്മൃതി പ്രേക്ഷകർക്കായി ആ ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചട്ടമ്പി സ്വാമി തിരുവടികളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രേക്ഷകരോടൊപ്പം പ്രഗത്ഭനായ ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഭാഷാശാസ്ത്ര വിഭാഗം പ്രൊഫസറും ആയ ഡോക്ടർ എം ശ്രീനാഥൻ. കടലിരമ്പുന്നു ജ്ഞാനക്കടലിരമ്പുന്നു അമലമാം വിദ്യാധിരാജ പൊരുളിലുണരുന്നു. സകല വേദവിധാനവും ശ്രുതിശാസ്ത്രവും നിഗമങ്ങളും മനുജജാതിയിലാർക്കുമിങ്ങധികാരമാർന്നവയെന്നതും മൂലദ്രാവിഡ ഭാഷതൻ കടലിൽ ഉദിച്ചൊരു വാമൊഴി ആദിമാനവ സംസ്കൃതി ുയിരേകിയെന്നതും നന്മൊഴി. കടലിരമ്പുന്നു ജ്ഞാനക്കടലിരമ്പുന്നു ഭൂവിയിലദ്വൈതൈക ചിന്താ പദ്ധതിക്കുണർവേകിയും പരമഗുരുവങ്ങരുളി ജീവിയിലാർദ്രമാം കരുണാമൃതം. ഇരുളിലിഴയുമൊരവശജനതതി അറിവിലുണരുവതിന്നു തൻ തപസുവപുസുമൊരമലചരിതവും അരുളിടും ഗുരുവേ നമ. കടലിരമ്പുന്നു ജ്ഞാനക്കടലിരമ്പുന്നു കടലിരമ്പുന്നു. ഇക്കോ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ പുരുഷ കേന്ദ്രിതമായിട്ടുള്ള, പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു അധികാരം, ഒരു പുരുഷ കേന്ദ്രിത അധികാരം, ഒരു പെട്രിയാർക്കൽ മോഡേണിറ്റി, അതായത് പുരുഷ കേന്ദ്രിത ആധുനികത, അതിനെതിരായിട്ടാണ് ഇദ്ദേഹം ജീവകാരുണ്യത്തെ മുന്നോട്ട് വെക്കുന്നത്. ജീവകാരുണ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹജീവിയെ ഹിംസിക്കാൻ, അതിനെ അന്നമാക്കാൻ, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഈ പറയുന്ന ക്രിസ്തുമത ഛേദനത്തിൽ ബൈബിളിൽ പറയുന്ന ഈ പ്രസ്താവങ്ങളെ പോലും അദ്ദേഹം വിച്ഛേദിക്കുന്നത് ഇങ്ങനെയാണ്. വന്യമൃഗങ്ങൾക്ക് നിങ്ങളും ആഹാരമാണ് എന്നത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന്. അതായത് നിങ്ങൾക്ക് മറ്റു ജീവിജാലങ്ങൾ ആഹാരമാകുമെങ്കിൽ അവർക്ക് നിങ്ങളും അവരുടെ ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായതുകൊണ്ട് നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവയെ കൊന്നു തിന്നാനും അവകാശമില്ല എന്ന് പറയുന്ന വളരെ ചിന്തയുടെ കാര്യത്തിൽ വളരെ ആഴത്തിലുള്ള അഹിംസാ സിദ്ധാന്തത്തെ വളരെ വ്യക്തതയോടുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അതിനെ വ്യക്തമാക്കാനും സുവ്യക്തമായ രീതിയിൽ പറഞ്ഞു വെക്കാനും മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പമാർഗം ജ്ഞാനപദ്ധതിയാണെന്നും അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടുന്ന ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മുന്നേറുന്ന അഹിംസയിലേക്കുള്ള വഴിതെളിക്കലും ഒക്കെയാണ് ആ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാകുന്നത്. അഹിംസ എന്ന് പറയുന്നത് സസ്യാഹാരം കഴിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അഹിംസാവാദി ആകില്ല എന്നും, അഹിംസ എന്ന് പറയുന്ന ദീർഘകാലത്തിലൂടെ ചിന്തയിൽ സംഭവിക്കുന്ന സഹജീവി സ്നേഹത്തിലൂടെ ജീവകാരുണ്യത്തിലൂടെ നിങ്ങൾ എത്തിച്ചേരേണ്ടുന്ന ഒരവസ്ഥയാണെന്നും, ആ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയെ ജീവകാരുണ്യവുമായി പൊരുത്തപ്പെടുത്തി കാണാമെന്നും, ആ രീതിയിലുള്ള ഒരു വളരെ ഉയർന്ന തരം ഉന്നതമായിട്ടുള്ള ഒരു ചിന്ത ജീവകാരുണ്യ നിരൂപണത്തിലൂടെ സാധാരണക്കാരുടെ മുന്നിൽ വെക്കുന്നു. അങ്ങനെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞു വന്ന കൃതികളെല്ലാം തന്നെ ആദിഭാഷയായാലും വേദാധികാര നിരൂപണത്തിലായാലും പ്രാചീന മലയാളത്തിലായാലും ക്രിസ്തുമത ഛേദനത്തിലുമൊക്കെ അദ്ദേഹം പ്രയോഗിക്കുന്ന രീതിശാസ്ത്ര മികവ് ഒന്നാമത്തെ ഒരു ഗവേഷണ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അക്കാദമികമായി ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ളത്, അതായത് ഭാരതീയമായിട്ടുള്ള ഇന്നത്തെ ആധുനിക ഭാഷയിൽ പറയുമ്പോൾ ടൂൾ ബോക്സ്,
ആ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് സമഗ്രമായി വിവശകലനം ചെയ്യുകയും അതിൽ നിന്ന് ഇരയുടെ പക്ഷത്തേക്ക് ഏത് തരത്തിലുള്ള ബദൽ ജ്ഞാനനിർമ്മിതി സാധ്യമാണെന്ന പരിശോധന നടത്തി വിപ്ലവാത്മക രീതിയിൽ ഇടപെടലുകൾ നടത്തി എന്നതാണ് കേരള ദൈക്ഷണിക ചരിത്രത്തിൽ അദ്ദേഹത്തെ വേറിട്ട വ്യക്തിയാക്കുന്നത്, പ്രബലമായ ഒരു സാന്നിധ്യമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ആശയ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അദ്ദേഹം മലയാളത്തിനു വേണ്ടി ചെയ്തത് എന്ന് പെട്ടെന്ന് ആലോചിക്കാം. മലയാള ഭാഷയെ ജ്ഞാനപാരമ്പര്യത്തിൻ്റേതായിട്ടുള്ള ഒരു ഇടം ആക്കി മാറ്റി എന്നുള്ളതാണ്. സംസ്കൃതത്തിൽ നിലനിന്നിരുന്ന ജ്ഞാനപാരമ്പര്യത്തെ തദ്ദേശീകരിച്ച് വെർണാക്കുലറൈസ് ചെയ്ത് അത് തദ്ദേശീയ ഭാഷയുടെ അവകാശമാക്കി മാറ്റി എന്നതാണ് ഒന്നാമത് അദ്ദേഹം ഭാഷയ്ക്ക് ചെയ്ത സംഭാവന. രണ്ട്, ഏത് ദാർശനികമായ മലയാളത്തെ ദാർശനിക ഭാഷയാക്കി ഉയർത്തി. ഏത് ഈ പറയുന്ന ശ്രുതി സ്മൃതി വേദാദി ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ഈ വിഷയങ്ങളെ അവതരിപ്പിക്കാനും അതിനെ സംസ്കൃതത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ ഇടമാക്കി മാറ്റാനും ആ രീതിയിൽ മലയാളത്തെ പ്രതിരോധ ഭാഷയാക്കി ഉയർത്തിയെടുക്കാനും സ്വാമികൾ ശ്രമിച്ചു എന്നത് വളരെ സുവ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഗദ്യഭാഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ പാതിരി മലയാളത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഗദ്യ പഠനം നമ്മൾ നടത്താറുണ്ട്. പക്ഷേ സ്വാമികൾ മുന്നോട്ട് വെച്ചുള്ള ഗദ്യഭാഷ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇതര ഗദ്യഭാഷകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കുറച്ചുകൂടെ സുദൃഢവും സുശക്തവും ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഇടർച്ചകളുമില്ലാത്ത ഒരാശയത്തിൽ നിന്ന് മറ്റാശയത്തെ കൂട്ടിയിണക്കുന്ന രീതിയിലായാലും ഒരാശയത്തെ ഖണ്ഡിക്കുന്ന രീതിയിലായാലും പൂർവപക്ഷ നിരാകരണം ചെയ്യുന്ന അതൊന്നും തന്നെ വീണ്ടും ആവർത്തനരഹിതമായിട്ട് അവതരിപ്പിച്ചെടുക്കാൻ സുശക്തവും സുദൃഢവുമായ അതിലേറെ റാഷണലായിട്ടുള്ള വളരെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു വ്യാകരണ നിബദ്ധമായ ഒരു ഭാഷ അദ്ദേഹം ഗദ്യഭാഷയ്ക്ക് സംഭാവന ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നിരുന്ന ഭാരതീയ ചിന്താപദ്ധതികളായ ന്യായം, വൈശേഷികം, സാഖ്യം, അതുപോലെ യാസ്തിക ദർശനങ്ങളെന്ന് പറയുന്ന യോഗം, മീമാംസ, വേദാന്ത ഈ ചിന്തകളിലൊക്കെ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുകയും അതിൽ പ്രബലമായിട്ട് ന്യായ വൈശേഷിക ചിന്തയും അതുപോലെ അഹിംസ മീമാംസയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിശാസ്ത്ര മികവിലേക്ക് ഉതകുന്ന തരത്തിൽ അവയെല്ലാം മാറ്റിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ്. തർക്കരഹസ്യ രത്നം എന്നൊരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കാണാനായിട്ടില്ല. 6 ദർശനങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള സംഭാവനകൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അദ്വൈത ദർശനം ശങ്കരാചാര്യർ അവതരിപ്പിച്ച ഒരു വളരെ പ്രബലമായിട്ടുള്ള ഒരു ദർശനമായിട്ട് ഇന്ത്യൻ ദർശനങ്ങളിൽ നമ്മളിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിൽ ശങ്കര മതത്തിനെന്ന് പറയുന്നുള്ള അദ്വൈത ദർശനത്തിന് ലഭിച്ച പ്രാധാന്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അദ്വൈതം എന്ന് പറയുമ്പോൾ അതിന് സവർണ അവർണ അല്ലെങ്കിൽ അബ്രാഹ്മണ ബ്രാഹ്മണ എന്ന ഭേദം കൽപ്പിക്കാമോ എന്നൊരു സംശയം ഉണ്ടാകാം. ശരിക്കും കൽപ്പിക്കാൻ പാടില്ല എന്നുള്ള അദ്വൈതമാണ്. പക്ഷേ സാമൂഹ്യമായിട്ടുള്ള ചരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണ അബ്രാഹ്മണ ഭേദം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു അബ്രാഹ്മണ എന്ന് പറയുന്ന അബ്രാഹ്മണ അദ്വൈതം അവതരിപ്പിക്കുകയാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതിയിലാകെ ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മണ നിഷേധം എന്ന് പറയുന്നത് ഒരിക്കലും വേദനിഷേധമായിട്ടല്ല, അത് ബ്രാഹ്മണ അധീശത്വ പ്രത്യയശാസ്ത്ര വ്യവഹാര നിഷേധമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഈ ബദൽ നിർമ്മിതിയെ നമുക്ക് ഏത് രീതിയിൽ കാണണം എന്ന് നമ്മൾ പരിചയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിത് മനസ്സിലാകാതെ പോകുന്നത്. അതിൽ പ്രകടമായിട്ട് നമ്മൾ നോക്കിയാൽ കൊളോണിയൽ ആധുനികതയുടെ മാനസിക അല്ലെങ്കിൽ മനോഭാവവും ആ രീതിയിലുള്ള ലോകവീക്ഷണവും ആ രീതിയിലുള്ള രീതിശാസ്ത്ര പരിചയവും വെച്ചുകൊണ്ടാണ് നാം ചട്ടമ്പി സ്വാമികളെ വായിക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരിക്കാനുള്ള ഒരു സാധനത്തിൽ അരിച്ചെടുക്കേണ്ടുന്നതിനേക്കാൾ വലിയ കണ്ണികൾ ഉണ്ടെങ്കിൽ അരിക്കാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, അത് അതിലേ പോകും എന്ന് പറയുന്ന പോലെ നമുക്കിത് ഒരു തരത്തിലും കൊളോണിയൽ ആധുനികയുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ചട്ടമ്പി സ്വാമികളെ വായിച്ചെടുക്കൽ എളുപ്പമല്ല. കാരണം അത് വേറൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ചയെ നമുക്ക് വ്യക്തമാകണമെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്ന് എങ്ങനെയാണ്
ചട്ടമ്പി സ്വാമികൾ ഒരു വിടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടർച്ച വരുത്തിയിരിക്കുന്നതെന്നും അതിനെ ഏത് തരത്തിലാണ് ധൈഷണികമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നും മനസ്സിലാക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അബ്രാഹ്മണ അദ്വൈതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു അവർണ അദ്വൈതം, അല്ലെങ്കിൽ ഒരു ശൂദ്ര അദ്വൈതം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഈ പറയുന്ന ശബ്ദങ്ങളിലോ ഈ പദങ്ങളിലോ ഒന്നുമല്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ അതിനെ ബദൽ എന്ന് തന്നെ പറയുക. അതായത് നിലനിന്നിരുന്ന വ്യവഹാര വ്യവസ്ഥയെ പൊളിച്ചെടുക്കി അതിൽ നിന്നൊരു ബദൽ ആധുനിക. ഇത് ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വായനയാണെന്നും ഇരയുടെ പക്ഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചിന്താധാര, ധൈഷണിക ധാര ഉണ്ടാക്കിയെടുക്കലാണെന്നും മനസ്സിലാകുമ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ ധൈഷണിക പാരമ്പര്യത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ ധൈഷണിക വിപ്ലവകാരിയായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ രീതിയിൽ അംഗീകാരം അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതിക്കോ അദ്ദേഹം നടത്തിയ ഈ വിപ്ലവത്തിനോ ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ കൊളോണിയലായിട്ടുള്ള, അതായത് കൊളോണിയൽ മോഡേണിറ്റിയുടെ വിക്ടിംസ് ആയിട്ടുള്ള നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള നമുക്ക് ചട്ടമ്പി സ്വാമികളെ വായിച്ചറിയാനുള്ള ശേഷിയില്ലാതെ പോയി എന്നത് ഒന്ന്. രണ്ട്, അബ്രാഹ്മണീയമായിട്ടുള്ള രീതിശാസ്ത്രത്തെ അംഗീകരിക്കാൻ നമ്മുടെ ഈ മനോഭാവം അനുവദിച്ചില്ല എന്നതുമാണ്. അപ്പോൾ അബ്രാഹ്മണീയമായിട്ടുള്ള രീതിശാസ്ത്രം എന്താണ്? ഇത് ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ഇതൊരു ഐഡിയോളജിക്കൽ തോട്ട് പ്രോസസ്സിനെ, ഒരു ഐഡിയോളജിക്കൽ ഡിസ്കോഴ്സ് പ്രോസസ്സിനെ എങ്ങനെയാണ് കൗണ്ടർ ഡിസ്കോഴ്സ് കൊണ്ട്, അതായത് ബദൽ വ്യവഹാര നിർമ്മിതി കൊണ്ട് ഇരയുടെ പക്ഷത്തേക്ക് മാറുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു പോസ്റ്റ് മോഡേൺ ഡിസ്കോഴ്സായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നാൽ പറയുന്നത് ചോംസ്കിയാണ്, അല്ലെങ്കിൽ ഫൂക്കോയാണ്, അല്ലെങ്കിൽ ഡെറൈഡയാണ് എന്നൊക്കെയുള്ള കുറേ പരാമർശങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തോ ആധികാരികത. ഇതല്ല. അവരൊക്കെ പറയുന്നതിനൊക്കെ മുമ്പ്, അവരൊന്നും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തതയോടുകൂടി ഇരയുടെ പക്ഷത്തേക്ക് ഉള്ള വ്യവഹാര നിർമ്മിതി എങ്ങനെ നടത്താം, സാംസ്കാരിക പ്രതിരോധം എന്നാൽ എന്ത്, ഇന്ത്യയിലെ ആധുനികത എന്നത് എങ്ങനെ ഇരിക്കണം, അതിന് ഉള്ള വഴി എന്ത് എന്നിങ്ങനെ ഒരു പിടി കൗണ്ടർ ആശയങ്ങൾ ഒന്നൊന്നായി നിരത്തി വയ്ക്കാവുന്ന തരത്തിലാണ് ഈ പറയുന്ന വരട്ടിക്കളഞ്ഞ, അതായത് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ തദ്ദേശീയ ഇടങ്ങളെയെല്ലാം വരട്ടിക്കളഞ്ഞ കൊളോണിയൽ ആധുനികതയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കെങ്ങനെ ഭാരതീയമായിട്ടുള്ള ബദൽ നിർമ്മിതികൾ, ബദൽ ആധുനികതകൾ, ഈ പറയുന്ന ബദൽ ആയിട്ടുള്ള ഇരയുടെ പക്ഷത്തേക്കുള്ള ബദൽ ധാരകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു തരത്തിൽ അതിൻ്റെ പ്രയോക്താവ്, രണ്ട്, ആ പ്രയോഗ വഴികൾ നിർണയിച്ചെടുത്തു, മൂന്ന്, അതിനെ ധൈഷണിക ധാരയാക്കി മാറ്റിയ ആൾ എന്നിങ്ങനെ ജനകീയ പക്ഷത്തു നിന്ന് ജനകീയമായ കാഴ്ചകളിലൂടെ, വീക്ഷണത്തിലൂടെ ആ പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തി ഇരയ്ക്കൊപ്പം എന്നും നിന്ന ധൈഷണിക പ്രഭാവമായി ചട്ടമ്പി സ്വാമികളെ കാണാനാവൂ എന്നേ പറയാനുള്ളൂ. ചട്ടമ്പി സ്വാമി തിരുവടികളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഭാഗം നാളെ. ഭാരതകേസരി TV ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.